ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. നമ്മുടെ അംബാനിയുടെ പൈസ ഉപയോഗിച്ച് നിങ്ങൾക്ക് 4 വർഷവും പഠിക്കാം. അതും വളരെ വലിയൊരു തുകയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെ കുറിച്ചുമല്ല, നമ്മുടെ സ്കോളർഷിപ്പ് സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോ. ഞാൻ ഈ സംസാരിക്കാൻ പോകുന്നത് റിലയൻസ് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന സ്കോളർഷിപ്പാണ്. പ്രത്യേകിച്ച് ബിടെക് വിദ്യാർത്ഥികൾക്ക്, അതുപോലെ തന്നെ ഡിഗ്രി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. നമുക്ക് നോക്കാം കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുൾപ്പെടെ ആരൊക്കെയാണ് എലിജിബിൾ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കണ്ട, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക. അതുപോലെ ഉപകാരപ്രദമായി ഇത്തരത്തിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന നല്ല മാർക്കുകൾ മേടിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റ് രക്ഷകർത്താക്കൾക്കും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. ഇത് റിലയൻസ് ഫൗണ്ടേഷൻ, അംബാനി, നീത അംബാനി ഉൾപ്പെടെ അടങ്ങുന്ന മാനേജ്മെന്റ്, ഹയർ മാനേജ്മെന്റ് ഡയറക്റ്റ് ഇത്തരത്തിലുള്ള CSIR പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് നൽകുന്ന സ്കോളർഷിപ്പാണ് റിലയൻസ് ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ്. അതിപ്പോൾ 2025-26 അധ്യയന വർഷത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 4 എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ ആർക്കൊക്കെയാണ്? പ്രധാനമായിട്ടും UG സ്റ്റുഡൻസിനാണ്. UG സ്റ്റുഡൻസിന് തന്നെ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ഒരു പക്ഷേ സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ആണ് എങ്കിൽ ഇത് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ അല്ല എന്നുകൂടി മനസ്സിലാക്കുക. ഇന്ത്യയിൽ ആകെ ഒരു 5000 സ്റ്റുഡൻസിനെ, 5000 അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനെ ആയിരിക്കും അവർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ മറ്റ് പ്രധാനപ്പെട്ട എലിജിബിലിറ്റി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആർക്കൊക്കെയാണ് നമുക്കിത് പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ അക്കാദമിക് ഇൻഫോ കൊടുക്കേണ്ടി വരും, പേഴ്സണൽ ഇൻഫോ കൊടുക്കേണ്ടി വരും, മറ്റേ കോൺടാക്ട്സും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എല്ലാം ചെയ്തതിന് ശേഷം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാകും. 60 മിനിറ്റിൽ 60 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടി വരും. അതാണ് അവരുടെ ഇനിഷ്യൽ സെലക്ഷൻ. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഒരു ഫസ്റ്റ് ലെവൽ സെലക്ഷൻ കൂടി ഉണ്ടാകും ബേസ്ഡ് ഓൺ ദി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും അതുപോലെ തന്നെ ഒരു പേഴ്സണൽ ഇൻഫർമേഷന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ. അതിനുശേഷമായിരിക്കും നിങ്ങൾ അനൗൺസ് ചെയ്യുക. അപ്പോൾ അതിൽ തന്നെ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. നിങ്ങൾക്ക് 12ാം ക്ലാസ്സിൽ മിനിമം 60% മാർക്ക് വേണം. അതുപോലെ 2025-26 അധ്യയന വർഷത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു അക്കാദമിക് ഇയർ പ്രോഗ്രാം ഡിഗ്രി കോഴ്സിന്, ഫുൾ ടൈം ഡിഗ്രി കോഴ്സ്, അത് BSc ആകാം, BTech ആകാം, BCom ആകാം, അതുമല്ല എങ്കിൽ BA ആകാം, ഇത്തരത്തിലുള്ള ഡിഗ്രി കോഴ്സിന് ഫുൾ ടൈം ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാകണം. നിങ്ങളുടെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 15 ലക്ഷത്തിന് താഴെ ആയിരിക്കണം എന്നുകൂടി മനസ്സിലാക്കുക. അത് എത്രത്തോളം ചെറുതാവുന്നു അത്രത്തോളം നിങ്ങളുടെ സെലക്ഷനുള്ള ക്രൈറ്റീരിയ, ലൈക്ക് ഒരു പോസിബിലിറ്റി കൂടുമെന്നുള്ളതാണ്. ഇനി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മാൻഡേറ്ററി ആണ്. ഇനി ഈ പറഞ്ഞ പോലെ തന്നെ 10 കഴിഞ്ഞ് ഡയറക്റ്റ് ഡിപ്ലോമ എടുത്ത് ലാറ്ററൽ എൻട്രി അങ്ങനെയുള്ളവർക്കൊന്നും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഓൺലൈനായിട്ടോ വേറെ ഏതെങ്കിലും ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴിയോ ഡിസ്റ്റന്റ് ആയിട്ടോ ഡിഗ്രി ചെയ്യുന്നവർക്കും ഇത് പറ്റില്ല എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് തരാനുള്ള കുറച്ച് ഇൻഫർമേഷൻസ്. എന്തെങ്കിലും ഡൗട്ടുകളോ എലിജിബിലിറ്റിയിലോ മറ്റ് ലിങ്കിന്റെയോ ഒക്കെ ആവശ്യമുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഈ പറയുന്ന പോലെ റിലയൻസ് ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് DM ചെയ്താലും മതി. വി വിൽ സെൻഡ് യു ദ ഹോൾ ഡീറ്റെയിൽസ് ആൻഡ് ഹൗ ടു അപ്ലൈ ഓൾസോ. സോ ഗൈസ്, ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായിട്ടുള്ള സ്കോളർഷിപ്പ് അപ്ഡേറ്റ്സിനും ഇന്റേൺഷിപ്സിനും പ്ലേസ്മെന്റ്സിനും ഒക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു. ടാറ്റ.